സ്നേഹ ഹോസ്പിറ്റൽ, ഗുഡ്വിൽ IVF ഫെർട്ടിലിറ്റി സെന്റർ, ചങ്കുവെട്ടി, കോട്ടക്കൽ. ആരോഗ്യരംഗത്തെ വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ ആയുർവേദത്തിന് കഴിയൂ എന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ കോട്ടക്കൽ ആയുർവേദശാല ധർമാശുപത്രിയുടെ ശതാബ്ദി ആഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോകത്തെമ്പാടും കൂടുതൽ പേർ ആയുർവേദത്തിലേക്ക് ആകർഷിക്കപ്പെടുകയാണ്. കോവിഡിന് ശേഷം അത് കൂടുതൽ പ്രകടമാണ്. ആയുർവേദ അലോപ്പതി ചികിത്സകൾ ലഭ്യമാക്കി ചാരിറ്റബിൾ ആശുപത്രി തുടങ്ങിയത് ഡോക്ടർ PS വാര്യരുടെ ദീർഘവീക്ഷണത്തിന് ഉദാഹരണമാണെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു. കോട്ടക്കൽ ആയുർവേദശാല ധർമാശുപത്രിയുടെ ശതാബ്ദി ആഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോട്ടക്കൽ has become synonymous with the ആയുർവേദശാല. അത് വളരെ ചുരുക്കം എന്റർപ്രൈസസിനെ നമുക്കത് പറയാൻ സാധിക്കുള്ളൂ. ഇന്ന് കോട്ടക്കൽ ഒരു സ്ഥലമാണെന്ന് ശരിക്കും പറഞ്ഞാൽ പുറത്ത് ആർക്കും അറിയില്ല. കേരളത്തിലെ മലയാളികൾക്ക് മാത്രമേ അത് അറിയുള്ളൂ. കോട്ടക്കൽ ഈസ് ബിക്കം എ ബ്രാൻഡ് നെയിം. കോട്ടക്കൽ എന്ന് പറഞ്ഞാൽ അത് വൈദ്യശാല തന്നെയാണ്. അപ്പോൾ ഒരു സിനോണിമിറ്റി, ഒരു നോഷണൽ സിനോണിമിറ്റി, നിങ്ങളുടെ പേര് വെച്ചൊരു സിനോണിമസ് ആവണമെങ്കിൽ അതിൻ്റെ ഒരു പ്രസക്തി എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. അതിലും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇഷ്യൂ എന്ന് പറയുന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു സെഞ്ചുറിക്ക് മുകളിൽ നിലനിൽക്കുക എന്ന് പറയുന്നത്, അത് നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ നിലനിൽക്കുകയല്ല. ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ 1902 തോന്നുന്നു ആയുർവേദശാല എസ്റ്റാബ്ലിഷ് ചെയ്തത്. അതായത് 122 കൊല്ലമായി ശരിക്കും പറഞ്ഞാൽ. ഇന്നിപ്പോൾ നമ്മൾ സെന്റിനറി ആഘോഷിക്കുന്നത് അതിൻ്റെ ചാരിറ്റബിൾ ഹോസ്പിറ്റലിൻ്റെ ഒരു വിങ്ങിന് മാത്രമാണ്. ഈ കഴിഞ്ഞ 122 കൊല്ലവും ഇതിന്റെ യശസ് കൂടിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് അവിടെ ഒരു ഡെന്റോ കുറവോ ഇല്ലാത്തതുപോലെ വൈദ്യരത്നം PS വാര്യറിനെ പോലത്തെ ഒരു വിഷണറിയുടെ ഒരു ഫിലോസഫീനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അത് ഇന്നും അതേ ശക്തിയിലും വിഗറിലും അതേ സെൻസ് ഓഫ് പേർപ്പസിലും നമുക്കത് കാണാൻ സാധിക്കുമെങ്കിൽ അതിൽ പിന്നിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തരുടെയും മനസ്സ് തന്നെയാണത്. അതിൽ നേരത്തെ പറഞ്ഞതുപോലെ അത് നന്മ തന്നെയാണ്. കോട്ടക്കൽ ആയുർവേദശാല മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ PM വാര്യർ ലോഗോ പ്രകാശനം നിർവഹിച്ചു. CEO K ഹരികുമാർ അധ്യക്ഷത വഹിച്ചു. നടി ആശ ശരത്, ട്രസ്റ്റി CE ഉണ്ണികൃഷ്ണൻ, അൽമാസ് ഹോസ്പിറ്റൽ CMD ഡോക്ടർ PA കബീർ, വൈദ്യരത്നം PS വാര്യർ ആയുർവേദ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ CV ജയദേവൻ, ധർമാശുപത്രി സൂപ്രണ്ട് ഡോക്ടർ K ലേഖ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഒരു വർഷത്തെ ആഘോഷ പരിപാടികളാണ് ഇതിന്റെ ഭാഗമായി നടക്കുന്നത്. 1924 തുടങ്ങിയ ധർമാശുപത്രിയിൽ നിലവിൽ സൗജന്യ ക്യാൻസർ OPയും പാലിയേറ്റീവ് കെയർ ക്ലിനിക്കും ക്ലിനിക്കൽ റിസർച്ച് കേന്ദ്രവും പ്രവർത്തിക്കുന്നുണ്ട്. 100ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി 100 വിളക്കുകൾ തെളിയിച്ചതും വേറിട്ട കാഴ്ചയായി. ഉദ്ഘാടന ചടങ്ങിന് നിറം പകർന്ന് ധർമാശുപത്രിയിലെ വനിതകളടക്കമുള്ള 100 ജീവനക്കാർ അവതരിപ്പിച്ച സ്വാഗത നൃത്തവും ശ്രദ്ധേയമായി. 10 മിനിറ്റിലധികം ദൈർഘ്യമുള്ള പശ്ചാത്തല സംഗീതത്തിനനുസരിച്ചാണ് ജീവനക്കാർ ചുവടുകൾ വെച്ചത്. കോട്ടക്കൽ മുരളിയാണ് നൃത്തരൂപം അണിയിച്ചൊരുക്കിയത്. സുമേഷ് നൂപുര നൃത്ത സംവിധാനമൊരുക്കി. The Kottakkal Cooperative Urban Bank Limited, Head Office, Kottakkal. 24 branches. സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ്. മംഗല്യപ്പട്ടിനെന്നും സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ്, മെട്രോ പ്ലാസ, തിരൂർ റോഡ്, കോട്ടക്കൽ. ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, പറപ്പൂർ റോഡ്, കോട്ടക്കൽ. കോട്ടക്കൽ ആയുർവേദശാലയുടെ ബേബി കെയർ ഉൽപ്പന്നങ്ങൾ, ഹെയർ കെയർ ഉൽപ്പന്നങ്ങൾ, സ്കിൻ കെയർ ഉൽപ്പന്നങ്ങൾ, പെയിൻ ബാം, പെയിൻ സ്പ്രേ, പ്രതിരോധശേഷി വർധക ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ തൊട്ടടുത്ത സ്റ്റോറുകളിൽ. ഒരു കുഞ്ഞെന്ന നിങ്ങളുടെ വലിയ ആഗ്രഹം ഗുഡ്വിൽ IVFനോടൊപ്പം യാഥാർത്ഥ്യമാക്കാം. സ്നേഹ ഹോസ്പിറ്റൽ, ഗുഡ്വിൽ IVF ഫെർട്ടിലിറ്റി സെന്റർ, ചങ്കുവെട്ടി, കോട്ടക്കൽ. ഫോൺ 8089713201.